ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ അദ്ദേഹത്തിന്റെ സ്വഭാവവും നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. പന്നികളെ പോലെയുള്ള സ്വഭാവമുള്ള ആളാണെന്ന് നിങ്ങളെ പോലെയുള്ള ഗവർണറെ അങ്ങനെ അധിക്ഷേപിച്ച ആളാണല്ലോ. അപ്പോ അങ്ങ് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഗവർണർക്കെതിരെ മോശമായ സുരേഷേ, അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ഇനി ആരിഫ് മുഹമ്മദ് ഖാനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്റെ ചെലവിൽ പുള്ളി അങ്ങനെ വിളിക്കണ്ട. ബർനാഡ് ഷാ വിളിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനെയാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ഈ സംവാദം അവസാനിപ്പിക്കും. ഇത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് കണ്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ്? നിങ്ങൾ അദ്ദേഹത്തിന്റെ ഞാനല്ല പറഞ്ഞത് മതം, ഞാനല്ല അഡ്വക്കേറ്റ് സുരേഷ്. ഇപ്പോ സുരേഷ് അദ്ദേഹത്തിന്റെ മതം തിരയുന്നു. ഇപ്പൊ സുരേഷ് അതുകൊണ്ടല്ലേ നിങ്ങൾ ബർനാഡ് ഷാ പറഞ്ഞൊരു വാചകത്തെ നിങ്ങൾ എങ്ങനെയാണ് ബർനാഡ് ഷാ പറഞ്ഞ മുസ്ലിങ്ങളെ കുറിച്ചാണോ സാർ? ബർനാഡ് ഷാ പറഞ്ഞ മുസ്ലിങ്ങൾ ആ കോണ്ടെക്സ്റ്റിലാണ്. ശശി തരൂർ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണോ? കലാപം നടത്തുന്ന അത് ഗവർണർ തെറ്റ് ചെയ്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റ് ചെയ്താലും പ്രതിപക്ഷം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കും. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരും. ഈ കേരളം അത് വേറെ കാര്യമൊന്നുമല്ല. ഏതു വാചകമാണ് ഞാൻ കേരള ഗവർണറെ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയാൻ താങ്കൾക്കുള്ളത്? ആ വാചകം പറയൂ. ബർനാഡ് ഷാ പറഞ്ഞതുപോലെ അതെ, അതാണ് ബർനാഡ് ഷായുടെ വാചകം. ബർനാഡ് ഷായുടെ വാചകമല്ലേ? അതെങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള വാചകമായി തീരുന്നത്? അതെങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ്? കേരളത്തിന്റെ ഗവർണറെ അങ്ങനെയാണോ സുരേഷ്? ഒരു മുസ്ലിം ആയിട്ടുള്ള മതത്തിലേക്ക് പോകുന്ന എന്തിനാണ്? ബർനാഡ് ഷാ പന്നി ബിജെപി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഗവർണറുടെ മതം തേടി പോവുകയാണ്. എങ്ങനെയാ മതമാവുക? ബർനാഡ് ഷാ മതപരമായിട്ടാണോ വിളിച്ചത്? ഗോമൂത്രം എന്ന് പറഞ്ഞ് പശു അല്ല പറഞ്ഞത് സാർ. ബർനാഡ് ഷാ പന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ബർനാഡ് ഷാ പറയുന്നത് പോലെ ബർനാഡ് ഷാ ഇത് അത്യന്തം ഖേദകരമാണെന്ന് മാത്രമല്ല, ഗവർണറുടെ മതം തിരയുന്നത് വളരെ വളരെ മോശമാണ്. അല്ലല്ല, ചാനൽ വിടൂ. ഗവർണറുടെ മതം തിരിഞ്ഞു പോകുന്നത് അത്യന്തം ബാലിശമാണ്. നിങ്ങൾ ഇതിലേക്ക് വരൂ, നിങ്ങൾ നവകേരളത്തിലേക്ക് വരൂ. എനിക്ക് സമയമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് അത്യന്തം അപലപനീയമാണ്. അഡ്വക്കേറ്റ് സുരേഷ് ആണോ? ബർനാഡ് ഷാ മതത്തിന്റെ പേരിലാണോ പറഞ്ഞത്? ഒറ്റ വാചകമേ ഉള്ളൂ. ശരി, അഡ്വക്കേറ്റ് ബർനാഡ് ഷാ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചാണോ? അത് നിങ്ങൾ പറഞ്ഞത് അതാണെന്നേ. ഞാൻ അഡ്വക്കേറ്റ് ബർനാഡ് ഷാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എങ്ങനെയാവും സാർ? അനവസരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരാളുമായി തർക്കിക്കുമ്പോൾ അയാളെ കുറിച്ച് പറഞ്ഞ വാചകമാണത്. നോക്കൂ, നിങ്ങൾ അഡ്വക്കേറ്റ് ബർനാഡ് ഷായ്ക്ക് അതൊക്കെ നിങ്ങൾ എതിർത്തോളൂ, അതൊക്കെ നിങ്ങളുടെ അവകാശം. ബർനാഡ് ഷായെ കോട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ല. ബർനാഡ് ഷായെ കോട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള അവകാശം ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. ഒരു നിമിഷം സാർ, പക്ഷെ ഞാൻ മതം തിരയില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ നാളെ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും നാടകമാണ് എന്നതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടത് വസീഫും ഒപ്പം CPM